അങ്ങനെ മറ്റൊരു യാത്രയ്ക്ക് വേണ്ടി ടൗണിൽ ബസ് കാത്തു നിൽക്കുകയാണ്. ഇന്നൊരു അവധി ദിവസമായതുകൊണ്ട് ടൗണിൽ നല്ല തിരക്ക്. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ബസ് വന്നു. KSRTCയുടെ ബസ്സാണ്. ബാംഗ്ലൂർക്കാണ് യാത്ര. ബസ്സിലും നല്ല തിരക്ക്. അങ്ങനെ ബസ് സാവധാനം ബാംഗ്ലൂരിലെ തിരക്കിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയതിന് ശേഷം ഓവർ ബ്രിഡ്ജ് വഴി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. യാത്ര കേരളത്തിലേക്കാണ്. ട്രെയിൻ വരുവാൻ ഇനിയും അധികം സമയമുള്ളതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ ഇരുന്ന് സമയം കളയുകയാണ്. അപ്പുറത്തെ മറ്റ് ട്രാക്കിലൂടെ ട്രെയിൻ ഒക്കെ പോകുന്നത് കാണാം. അതെല്ലാം നോക്കിക്കൊണ്ട് അങ്ങനെ സമയം കളയുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നുകൊണ്ട്. അങ്ങനെ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നാലും ഒരു നേരം പോലും വെറുതെ ഇരിക്കാനുള്ള സമയമില്ല. പല പല കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ള ഓട്ടത്തിൻ്റെ ഭാഗമായുള്ള യാത്രയാണ് ഇതെല്ലാം. അങ്ങനെ സ്വന്തം നാട്ടിലുള്ള മനോഹരമായ റോഡിലൂടെയുള്ള യാത്ര തുടരുകയാണ്. ഇപ്പോൾ പോകുന്നത് ചെറുതോണി പട്ടണത്തിലൂടെയാണ്. ഇവിടെ നിന്നും ലെഫ്റ്റ് തിരിഞ്ഞ് എറണാകുളം റൂട്ടിലൂടെയാണ് ഇപ്പോൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ടൗണിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ ടൗണിൻ്റെ വളർച്ച എത്ര പെട്ടെന്നായിരുന്നു. എത്ര പുതിയ കെട്ടിടങ്ങളാണ് ഇവിടെ പണിതിട്ടുള്ളത്. എത്ര പുതിയ ഷോപ്പുകളാണ് ഇവിടെ തുറന്നിട്ടുള്ളത്. ഈ റോഡിൻ്റെ വളവുകളിലെല്ലാം ധാരാളം പുതിയ ഷോപ്പുകൾ തുറന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റോഡിൽ വാഹനങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു. നാട്ടിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചാലും നാട്ടിലൂടെയുള്ള ഈ യാത്ര മറ്റൊരു അനുഭവമാണ്. ഈ യാത്രയിൽ ഉടനീളം കണ്ടു, റോഡിന് ഇരുവശത്തും ധാരാളം കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ. തെങ്ങും വാഴയും കുരുമുളകും റബ്ബറും കൊക്കോയും എന്ന് വേണ്ട ഒട്ടുമിക്ക കൃഷികളും ഇവിടെ നമുക്ക് കാണാം. ഹൈറേഞ്ചിലെ റോഡുകളിലെ വളവുകളിലൂടെയും തിരിവുകളിലൂടെയും കയറ്റത്തിലൂടെയും ഇറക്കത്തിലൂടെയുമുള്ള ഈ യാത്ര മറ്റൊരു അനുഭവമാണ് ഓരോ യാത്രക്കാരനും നൽകുന്നത്.
അങ്ങനെ തടിയമ്പാട് എന്നറിയപ്പെടുന്ന മറ്റൊരു ടൗണിൽ ഇറങ്ങി. ഇപ്പോഴത്തെ യാത്ര ഓട്ടോയിലാണ്, അതും സ്വന്തം നാട്ടിലൂടെ. കൃഷിഭൂമിയുടെ നടുവിലൂടെ പണിതിട്ടുള്ള മനോഹരമായ ഒരു റോഡിലൂടെയാണ് ഇപ്പോഴത്തെ യാത്ര. ഇവിടെ നമുക്ക് കാണാം റോഡിന് ഇരുവശവും ധാരാളം മനോഹരങ്ങളായ കൃഷികൾ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ. ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോഴും നമുക്ക് കാണാം ധാരാളം കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ. വാഴയും ജാതിയും എന്നുവേണ്ട മറ്റനേകം കൃഷികളും ഇവിടെ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇനി പോകുന്നത് വ്യത്യസ്തമായ ഒരു ഭൂപ്രകൃതിയിലൂടെയാണ്. ഇവിടെ വരുമ്പോൾ കാണാം ഇറക്കവും അതോടൊപ്പം വലിയ വളവുകളും. അതിനപ്പുറം അങ്ങ് ദൂരെ വലിയ മലനിരകൾ കാണാം. അതും മനോഹരം ഒരു കാഴ്ചയാണ് നമുക്ക് നൽകുന്നത്. ഇനി എത്തിച്ചേരാൻ പോകുന്നത് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കാണ്. ഹോസ്പിറ്റലിൽ വന്നതിൻ്റെ ഉദ്ദേശം കഴിഞ്ഞതിന് ശേഷം വന്ന വണ്ടിയിൽ തന്നെ തിരികെ വീട്ടിലേക്ക്. ഇപ്പോൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായ ടെറൈനിൽ പണിതിട്ടുള്ള റോഡിലൂടെയാണ്. അങ്ങനെ വന്ന വഴിയിലൂടെ യാത്ര തുടരുകയാണ്. അങ്ങനെ ധാരാളം വളവുകളും തിരിവുകളുമുള്ള റോഡിലൂടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം പണ്ടിവിടെ ഉണ്ടായിരുന്നതാണ്. ഒരു മാറ്റവുമില്ലാണ്ട് ഇപ്പോഴും നിലകൊള്ളുന്നു. ഇനി പോകുന്നത് ചെറിയൊരു പാലത്തിന് മുകളിലൂടെയാണ്. അത് കഴിഞ്ഞാൽ ഒരു വളവും ആ വളവിലുള്ളൊരു കയറ്റവും.
താങ്ക് യു ഫോർ വാച്ചിങ്.